മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങിയതിന്റെയും ആകാശയാത്ര ചെയ്തതിന്റെയും ത്രില്ലിലാണിപ്പോൾ. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ ചെയ്ത സേവനത്തിന്റെ അംഗീകാരം ആകാശയാത്ര എന്ന സ്വപ്നതുല്യമായ അംഗീകാരമാകുമെന്ന് സേനാംഗങ്ങളും കരുതിയിരുന്നില്ല. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ബാംഗ്ലൂർ ചുറ്റിക്കറങ്ങിയതിന്റെയും ആകാശയാത്ര ചെയ്തതിന്റെയും ത്രില്ലിലാണിപ്പോൾ. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തങ്ങൾ ചെയ്ത സേവനത്തിന്റെ അംഗീകാരം ആകാശയാത്ര എന്ന സ്വപ്നതുല്യമായ അംഗീകാരമാകുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണെന്ന് യാത്ര പോയവരും സാക്ഷ്യപ്പെടുത്തുന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ബാംഗ്ലൂർക്ക് വിമാനയാത്ര നടത്തിയത്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്ത് മികച്ച പഞ്ചായത്തിനുള്ള 2ാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമപഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഹരിതകർമ്മസേന നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ അവാർഡ് പഞ്ചായത്തിന് കരസ്ഥമാക്കാനായത്. പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കാനിടയായതിന്റെയും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരവ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് യാത്ര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. 2021-22 വർഷത്തിലും 2022-23 വർഷത്തിലും സ്വരാജ് ട്രോഫി നേടുവാൻ ഇടയായ സാഹചര്യത്തിലാണ് ഈ വിമാനയാത്ര നമ്മൾ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് അറേഞ്ച് ചെയ്തത്. 21-22 വർഷത്തിൽ ആലപ്പുഴ ജില്ലയിൽ 1ാം സ്ഥാനവും 22-23 വർഷത്തിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനവും സ്വരാജ് ട്രോഫി നമ്മൾ നേടുകയുണ്ടായി. ഭൂമിയിലെ മാലാഖമാർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രയത്ന ഫലമാണ് ഈ അവാർഡ് കരസ്ഥമാക്കാൻ മുട്ടാർ ഗ്രാമപഞ്ചായത്തിനായത്. അവരോടുള്ള ആദരവ് സൂചകമായിട്ടാണ് നമ്മൾ ഈ വിമാനയാത്ര അറേഞ്ച് ചെയ്തത്. ഇവിടെ നിന്നും ബാംഗ്ലൂർക്ക് AC ട്രെയിനിൽ യാത്ര ചെയ്യും. അവിടുന്ന് തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വൈകുന്നേരം പുറപ്പെട്ട് 8 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേരുകയും വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ഒക്കെയാണ് ഈ യാത്രയിലൂടെ ഉരുത്തിരിഞ്ഞത്. ബാംഗ്ലൂർ വരെ AC ട്രെയിനിൽ യാത്ര ചെയ്തു. ബാംഗ്ലൂരിലെ പ്രധാന സ്ഥലങ്ങൾ സന്ദർശിച്ച് തിരികെ നെടുമ്പാശ്ശേരിയിലേക്കുള്ള ഇൻഡിഗോ എയർവേസിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടിലേക്ക് തിരിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരമ്യ, വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, സെക്രട്ടറി ബിനു ഗോപാൽ, CDS ചെയർപേഴ്സൺ ജയ സത്യൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. 74 വയസ്സുള്ള പത്മിനി അടക്കം 24 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് സ്വപ്നതുല്യമായ ആകാശയാത്രയിലുണ്ടായിരുന്നത്. വിമാനയാത്ര എന്നത് സ്വപ്നം കാണാൻ പറ്റാത്ത സംഗതിയായിരുന്നുവെന്നും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്നും വിമാനയാത്ര കഴിഞ്ഞെത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ പറഞ്ഞു. മാത്രമല്ല, ഈ അംഗീകാരം ഭാവിയിൽ മികച്ച രീതിയിലും ആത്മാർത്ഥമായും ജോലി ചെയ്യാൻ തങ്ങൾക്ക് പ്രചോദനമാണെന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത, അതായത് ഒരു കാരണവശാലും വിചാരിക്കാത്ത ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ നിന്ന് കിട്ടി. അതായത് ബാംഗ്ലൂർ യാത്ര. അതൊരനുഭവം തന്നെയാണ്. സമയക്കുറവുണ്ടായെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ആദ്യമായതുകൊണ്ട് ഞങ്ങൾക്ക് അത് അഭിപ്രായം പറയാനൊക്കാതെ വന്നു. അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും അവിടെ തങ്ങി വേണമായിരുന്നു ഈ ടൂർ പ്രോഗ്രാം നടത്തേണ്ടത്. എന്നാലും ഈ ഒരു ദിവസമേ ചെയ്തുള്ളെങ്കിലും അല്ലെ 2 ദിവസം ചെയ്തുള്ളൂ. ഒരു രായും ഒരു പകലും 2 രാത്രിയും ഒരു പകലും ഞങ്ങൾ ഈ നാമത്തിൽ ബാംഗ്ലൂർ ഇറങ്ങി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ.